ഏത് നമ്പറോ? ഹലോ ഹലോ, കേക്കുന്നുണ്ടോ? ഹലോ. ആ, പാഞ്ചാലിയോ? അല്ല 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 അല്ല, സോറി സോറി. ആ, റോങ് നമ്പർ. പാഞ്ചാലി എന്താ പാഞ്ചാലി എന്നൊക്കെ പറയണേ? ഇപ്പൊ ഒരു കോള് വന്നേ, എന്നോട് ചോദിക്കണ പാഞ്ചാലിയാണോ? അമ്മ ആണെന്നങ്ങ് പറയാത്തത്. അയ്യ, പിന്നെ എനിക്ക് വേറെ പണിയില്ല, ഞാൻ അല്ലെന്ന് പറഞ്ഞു. വിളിക്കണേ അൺനോൺ നമ്പർ. ഹലോ. ആ മണിക്കുട്ടിയാണ്. ആരാണ്? അയ്യോ, സുമ ചേച്ചിയായിരുന്നോ? ഈ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ. മാറിയായിരുന്നോ? ഓക്കെ 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 ഓക്കെ. സുഖമായിട്ടിരിക്കുന്നു ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു. ആ ആണോ? ആ, എന്ത് ഞായറാഴ്ച? ഓ, അല്ലെന്നേ, കൊച്ചുങ്ങളൊക്കെ അങ്ങ് വലുതായിപ്പോയി. ഞാൻ എടുത്തോണ്ട് വരുന്ന കൊച്ചല്ലേ. അയ്യോ, കല്യാണമൊക്കെ ആയിന്ന് കേട്ടപ്പോ. രവിയേട്ടൻ ഒരു പിള്ളേർ 2 പേര്. ആ, നോക്കണം. അങ്ങനെ കാര്യമായിട്ടൊന്നും തുടങ്ങിയിട്ടില്ല, പക്ഷെ ഉടനെ ചെയ്യണം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും വരും, തീർച്ചയായിട്ടും എല്ലാവരുമായിട്ട് വരും. ആ, ശരി ചേച്ചി, ഓക്കെ. എടി, സുധാകരൻ ചിറ്റപ്പനെ നിനക്കറിയോ? അപ്പൂപ്പന്റെ ബന്ധു. നീ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. സുമ ചേച്ചി എന്നൊക്കെ ഞാൻ പറയൂലായിരുന്നു, ഞാൻ ഭയങ്കര കൂട്ടായിരുന്നു കൊച്ചിലേന്നൊക്കെ. അവിടെ ആയിരുന്നു അവർക്കൊരു മോളുണ്ട്, സുജി. ആ കൊച്ചിന്റെ കല്യാണം ഞായറാഴ്ച, നമ്മളെല്ലാരായിട്ട് പോണെന്ന് പറഞ്ഞത്. ശരി. അതിനിടയ്ക്ക് എന്റെ എന്തോ കാര്യം അവര് പറഞ്ഞല്ലോ. നിന്റെ എന്തോ കാര്യം? അവരെ മോളെ കല്യാണ കാര്യം പറഞ്ഞപ്പം നിനക്കൊന്നും കല്യാണം നോക്കണില്ലേ എന്ന് ചോദിച്ചു. ഓ, അവർക്കൊന്നും വേറെ ഒരു പണിയില്ലേ. നിനക്കെന്താ ഇത്ര സൂക്കേട്? കല്യാണ പ്രായമായ ആൾക്കാരെന്നൊക്കെ ചോദിക്കും. അമ്മ ഇപ്പം പോവാൻ പോവേണ? പിന്നെ പോണ്ടേ? വയ്ക്കോ, ഞാനില്ല. എടി, നമുക്ക് എല്ലാവർക്കും പോണം, നീ വന്നേ പറ്റുള്ളൂ. ഞാനൊന്നുമില്ല, എനിക്ക് വയ്യ. ഇനി അവിടെ പോയിട്ട് വേണം 100 കൂട്ടം ചോദ്യം. മോളെ പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞെങ്കിൽ എന്താ മോള് കല്യാണം കഴിക്കാത്തെ? എന്താ വേറെ ആരെങ്കിലും ആയിട്ട് അഫെയർ ഉണ്ടോ? ഇതൊക്കെ ആയിരിക്കും ചോദ്യം. ഇനി ഇതിന്റെയൊക്കെ ഉത്തരം കൊടുത്താലോ അവർ വിശ്വസിക്കുന്ന രീതിയിൽ മറുപടി പറയണം. എനിക്കങ്ങ് വയ്യ, ഞാൻ പറഞ്ഞു. എടേ, നാട്ടുകാരെ ജോലി എന്താണ്? നമ്മുടെ കാര്യമൊക്കെ ഇങ്ങനെ അന്വേഷിക്കുക എന്നുള്ളത്. അവരന്വേഷിക്കുന്നത് നമുക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകാൻ പോകണ്ടോ? ഇല്ലല്ലോ, നഷ്ടമൊന്നും ഇല്ലല്ലോ. ചോദിക്കുമ്പോൾ നിനക്ക് മനസ്സിൽ തോന്നുന്ന രീതിയിൽ നല്ലൊരു ഉത്തരം പറയാം, പിണക്കാത്ത രീതിയിൽ. അത്രയല്ലേ ഉള്ളൂ. നമുക്ക് ഉചിതം എന്നുള്ള രീതിയിൽ അവരങ്ങ് ഡീൽ ചെയ്തെടുക്കണം. നാട്ടുകാർ പലതും അങ്ങനെ പറയും. എടി, ഇതൊക്കെയാണ് ബന്ധുക്കളെ എല്ലാരെയും കാണാൻ കിട്ടുന്ന അവസരം അല്ലേ? ഇവരൊക്കെ അല്ലെങ്കിൽ എപ്പോ കാണാൻ പോകുന്നു? ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് എന്ത് കിട്ടാൻ? അമ്മ പോയിക്കോ, ഞാൻ പറഞ്ഞില്ല. എടി, ബന്ധുക്കളൊക്കെ സൂക്ഷിക്കണം എന്നുള്ളത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. ബന്ധുക്കളും വേണം. ചില ബന്ധുക്കളെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അതൊക്കെ നമ്മളങ്ങ് മൈൻഡ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ സെറ്റാവും. ഡി, നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനാണോ അല്ലയോ? അവരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടോ? ഇല്ലല്ലോ. ആ സമയത്ത് നമുക്ക് ശരിയെന്നുള്ള രീതിയിൽ അങ്ങ് ഉത്തരം പറഞ്ഞങ്ങ് ഉഴപ്പി അങ്ങ് വിടുക. പിന്നെ കല്യാണത്തിന് ഞങ്ങളിവിടെ നിർബന്ധിക്കണില്ലല്ലോ നിന്നെ. അപ്പൊ അതൊക്കെ അങ്ങ് വിട്, കല്യാണത്തിന് വരിക, നമുക്ക് സന്തോഷത്തിൽ പോവാം എല്ലാവർക്കും കൂടെ. എനിക്ക് കല്യാണത്തിന് പോകാൻ പുതിയ ഡ്രസ്സൊന്നും ഇല്ല. കല്യാണത്തിന് പോകാൻ പുതിയ ഡ്രസ്സ് കിട്ടിയാ നീ വരുമോ? പുതിയ ഡ്രസ്സ് എടുത്ത് തന്നാ ആലോചിക്കാം, പക്ഷെ എനിക്ക് ലാച്ച തന്നെ വേണം. ലാച്ച തന്നെ വേണമല്ലേ? അച്ഛനെ കൂടെ ലാച്ച എടുപ്പിച്ച് തന്നാലാ? വരുമോ? തന്നാ വരാം. അങ്ങനെയാണെങ്കിൽ നീ കൂടെ പറയണം അച്ഛനടുത്ത്. എന്തോന്ന്? അച്ഛാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഞായറാഴ്ച കല്യാണത്തിന് പോണം, ഒരു ഡ്രസ്സ് എടുത്ത് തരണം എന്ന് പറയണം. ലാച്ച എടുത്ത് തരണം എന്ന് പറയണം. സെറ്റ്. അച്ഛനോട് ഞാനും പറയാം. ഓക്കെ, ടീ. ഇവിടെ ഇളകിട്ടിരുന്നാൽ എവിടെ പോയത്? എന്തോന്ന് മാമ അഭ്യാസങ്ങൾ കാണിച്ചോണ്ടിരിക്കുന്നു? ഒരു വാട്ടുകളൊക്കെ ഇവിടെ എത്തിച്ച് ഞാൻ പണിയായിരുന്നു. പോയെങ്കിൽ വേറെ അടുത്ത് പണിയണ, വേറെ സ്പെയർ ഒന്നും ഇല്ലേ? ഒന്നുമില്ലടേ, ആഗ്രഹിന് പോയി താഴെ പോണം. ഇതാണ് ഈ കാലില് ചെരുപ്പിന്റെ അടി കിടന്നത്. ചെരുപ്പിന്റെ അടി ഒട്ടിച്ചു വെച്ചിട്ട് പിന്നെ അവിടെ ഇവിടെ നോക്കി പിന്നെ അവിടെ ഇട്ടതാണ്. എങ്ങനെയാ ഇങ്ങോട്ട് വന്നു? എന്തൊരു കയ്യില്ലേ മാമ? നമ്മുടെ ശങ്കരൻ മാമനെ അറിയണം?
മരിച്ചുപോയ ആ ചിറ്റാറ്റിങ്ങര റേഷൻ കട ഓ മരിച്ചുപോയ അങ്ങനെ ചങ്കരൻ എന്ന് പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ആ ചങ്കരമാമന്റെ മൂത്ത മോനില് വേണുണ്ടെന്ന് അറിയില്ലേ? ഓ ഗൾഫിൽ പോയ പയ്യൻ. അതേനെ ഗൾഫിൽ നിന്നൊക്കെ ഇങ്ങ് വന്ന് ആ പുള്ളിയുടെ മോന്റെ കല്യാണം. ആ ഇടേ ഞാൻ ഈ അങ്ങനെ മോൻ വേണുമായിട്ട് മരുതൻകുഴി ആറ്റിൽ മീൻ പിടിക്കാൻ പോകും. അണക്കെട്ടിന്റെ അവിടെ. ഓ എന്റെ പൊന്നി നല്ല രസമുണ്ടാ. ആ അതേനെ ആ വേണുണ്ണന്റെ മോന്റെ കല്യാണം ഞായറാഴ്ച. മാമ നമുക്കെല്ലാവരും കൂടെ ഒരുമിച്ച് പോകാം. പോണം പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. അന്ന് പിന്നെ പണി തിരക്കൊന്നും പറയില്ല. ഇവിടെ പണിയൊക്കെ വളരെ കുറവടേ ഇപ്പൊ. ശരി അപ്പൊ ഞാനേ മണിയെടുത്തും പിള്ളേർത്തും പോയി പറയട്ടെ കാര്യം. ഓ നീ അവിടെ പറ. ശരി ശരിടാ. മണിയേ ആ ഇനി വാ. ആ തീയാ കാപ്പി എടുക്കട്ടാ? കാപ്പി എടുക്കണ്ട. അതെ ഉണ്ണി മാമന് എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞു. മാമൻ കൂടെ വന്നിട്ട് കഴിക്കാം. ഒരുമിച്ച് കഴിക്കാന്നാ? ഓ പിന്നെ ഞായറാഴ്ച ഒരു കല്യാണത്തിന് പോണം. കല്യാണം വിളിച്ചവര്? ഓ ഉണ്ട്. എന്നെ വിളിച്ച്? നിന്നെ വിളിച്ചു? അത് കൊള്ളാം. എന്തായാലും നന്നായി. എന്റെ പിള്ളേർക്ക് ഡ്രസ്സൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഡ്രസ്സ് എടുക്കണം. ശരി കാശ് കുറച്ചാവും. എന്തായാലും നമുക്കേ ഉച്ചയ്ക്ക് എന്ത് ഒന്ന് പുറത്തിറങ്ങിയല്ലോ. ലാച്ചയൊക്കെ വേണമെന്നാണ് പറഞ്ഞിരിക്കണേ. ലാച്ചേ? ഓ അതുകൊണ്ട് ഇവിടെ ലാച്ചക്കാരി. മക്കളെ നിനക്ക് ഈ പാവാട പോലത്തെ ലാച്ച തന്നെ വേണോ? അല്ല ഇവൾക്കെടുക്കുന്ന പറയുമ്പോ മറ്റോളും കൂടെ പറയില്ലേ ഇനി? അതൊക്കെ ഞങ്ങൾ പറഞ്ഞ് സെറ്റാക്കി. ലൈറ്റ് ഗ്രീൻ കളർ കളർ വരെ സെലക്ട് ചെയ്ത്. എനിക്ക് എന്തായാലും ഇപ്പോഴാണ് സമാധാനമായത്. സുമചേച്ചി വിളിച്ചോ പറഞ്ഞ ഫുൾ ഫാമിലി എല്ലാരുമായിട്ട് വരണമെന്ന്. സുമചേച്ചി ഇല്ലേ? സുമചേച്ചിയുടെ മോളെ കല്യാണത്തിലല്ലേ നമ്മള് പോണത്? സുധാരമാമന്റെ മോള്. സുധാരൻ ചിറ്റപ്പൻ ആരും അറിഞ്ഞൂടെ? ഇത് എന്തോ ചോദ്യം? അവരെ കല്യാണത്തിലല്ലേ നമ്മള് പോകാൻ പോണത്? സുധാരൻ എന്റെ അച്ഛന്റെ കസിൻ. എനിക്കറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞ അതല്ല. ഞാൻ പറഞ്ഞ ഈ വേണോണ്ടെ മോളുടെ കല്യാണം. ഏത് വേണോണ്ടെ? ഞങ്ങൾ അവിടുത്തെ ശങ്കരമാമന്റെ മോൻ വേണുണ്ടായി. ഞങ്ങളുടെ അവിടെ ചിറ്റാറ്റിങ്കരയില് റേഷൻ കട നടന്ന ശങ്കരമാമൻ പറഞ്ഞിട്ടില്ലേ? ശങ്കരൻകുട്ടി മാമൻ. ശങ്കരൻകുട്ടി മാമന്റെ മൂത്ത മോൻ വേണുണ്ണ ഗൾഫിലായിരുന്നു. വേണുണ്ണന്റെ മോന്റെ കല്യാണം. അയ്യേ ഈ കല്യാണത്തിനൊന്നും പോണ കാര്യമല്ല ഞാൻ പറഞ്ഞത്. എന്റെ സുധാരൻ ചിറ്റപ്പന്റെ മോള് സുമ്മ ചേച്ചിയുടെ മോളെ കല്യാണം, സുജിയുടെ കല്യാണം. അതാണ് നമുക്ക് പോകേണ്ടത് ഞായറാഴ്ച. അതെങ്ങനെ പറ്റും? അത് പറ്റാത്തത് ഇതിന് പോണ്ടേ? ഇതായിരുന്നു പോലും അറിഞ്ഞൂടാ. ആരെ കല്യാണത്തിന് പോണെന്തിന്? ആരും അറിഞ്ഞൂടാ. അച്ഛാ ഇത് റിസപ്ഷൻ ആയിട്ട് പോവാ. അമ്മ പറഞ്ഞെടുത്ത് പോവാ. ഇത് എനിക്ക് വളരെ കടപ്പാടുള്ള ആളാണ്. വേണുണ്ണന്റെ മോന്റെ കല്യാണത്തിന് പോയേ പറ്റുള്ളൂ. ഈ സുധാരൻ ചിറ്റപ്പന്റെ കഥ അറിഞ്ഞൂടല്ലേ? മറന്നുപോയാ? എന്റെ കാര്യങ്ങളൊക്കെ കൊച്ചിലെ നോക്കുമായിരുന്നു. ഈ ചേച്ചിയും അമ്മയൊക്കെ കൂടെ വന്നില്ലേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നേ. രവിയുടെ ഓർമ്മയില്ലേ സുധാരൻ ചിറ്റപ്പൻ? ഇത് എന്തോന്ന് നിങ്ങൾക്ക് അമ്നീഷ്യം പിടിച്ചാ? എനിക്ക് മനസ്സിലായി. ഞാൻ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ കല്യാണത്തിന് നമ്മൾ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ വന്ന് യാത്രയൊക്കെ പറഞ്ഞ് എന്നിട്ട് മുഖത്ത് തട്ടിയിട്ട് പറഞ്ഞ് പൊന്നുപോലെ നോക്കണം ഇവിടെ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ? നീ എന്തോ മണിക്കൂട്ടി പറയണേ മക്കളെ? 10-24 വർഷം മുമ്പ് അച്ഛന്റെ കല്യാണത്തിന് ഉണ്ടോണ്ടിരുന്ന മുമ്പ് ഒന്ന് ടാറ്റ പറഞ്ഞിട്ട് പോയത്. യാത്ര പറഞ്ഞ ആള് കല്യാണത്തിന് ആരൊക്കെ വരും മണി? അവരെ ഓർത്തിരിക്കാൻ പറ്റൂ? എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങളുടെ ബന്ധുക്കൾ വന്നതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്റെ ബന്ധുക്കളായതൊന്നും നിങ്ങൾക്ക് ഓർമ്മ കാണൂല. അറിയാം. നീ ആവശ്യമില്ല ചിന്തിക്കാതെ മണി. എന്തായാലും ഈ കല്യാണത്തിന് പോയേ പറ്റുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞായറാഴ്ച ഇവിടുന്ന് കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ അത് സുമ ചേച്ചിയുടെ മോള് സുജിയുടെ കല്യാണം. അത് തീരുമാനിച്ചതാണ്. അത് പറ്റൂല മണി. നീ എന്തോന്ന് പറഞ്ഞ? ഞാൻ ഇത് വാക്ക് കൊടുത്താണ് പോന്നു, എല്ലാവരുമായിട്ട് പോന്ന് പറഞ്ഞാണ്. അപ്പൊ അത് പറ്റൂല. നമുക്ക് അതിനെ പോയേ പറ്റുള്ളൂ. ഉറപ്പാണോ? എന്നാ ഒരു കാര്യം കൂടി കേട്ടോ. രവിയേട്ടൻ ഞാൻ പറഞ്ഞ ഈ കല്യാണത്തിന് വരും എന്ന് സമ്മതിക്കുന്നത് വരെ ഈ വീട്ടിൽ നിന്ന് ദാഹിച്ച പച്ച വെള്ളം ഞാൻ കുടിക്കൂല. അതെന്റെ ശബ്ദമാണ്. നീ കുടിക്കണ്ട. നീ കുടിച്ചില്ലെങ്കിൽ എന്ത്? മോളൊരു കാര്യം ചെയ്യും, കുറച്ച് നീല വെള്ളം കൊണ്ട് അമ്മയ്ക്ക് കൂടെ കുടിക്കണ്ട. പച്ച വെള്ളം കുടിക്കൂല. നീ ആ നീല വെള്ളം നിന്റെ അച്ഛൻ്റെ കൊടുത്തിട്ട് കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കാൻ പറ. ഞാൻ ഇനി ഭക്ഷണം ഉണ്ടാക്കുന്നുമില്ല കേട്ടല്ലോ. മണി എന്താടി ഇത്? അവിടെ അഹങ്കാരം കണ്ട? അവൾ ഇനി ഒന്നും ഉണ്ടാക്കൂല പോലും. അവള് പച്ചവെള്ളം കുടിച്ചാൽ കുടിക്കണ്ട. എന്റെ അമ്മയ്ക്ക് വട്ടാണ്. നിന്റെ അമ്മയ്ക്കല്ല, നിന്റെ അച്ഛനാണ് വട്ട്. എന്റെ അച്ഛന് പറയണോള്? ഓ അച്ഛന്റെ അച്ഛനല്ല പറഞ്ഞ, എന്റെ അച്ഛന് എന്ന് വെച്ചാൽ അച്ഛന് വട്ടാണെന്ന്. നോയിക്കോ അഹങ്കാരി. എന്റെ ലാച്ചയും പോയി, എല്ലാം പോയി. മക്കളെ ഇവർ രണ്ടും ഇങ്ങനെ ഇറന്ന് വഴക്കൂടി എവിടെ ചെന്ന് അവസാനിക്കും? അപ്പോ നമുക്ക് ഇവർ രണ്ടുപേരും ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? അപ്പോ എന്റെ പൊന്നു മക്കളെ നോക്ക്, ബന്ധം വേർപെടുത്തിയാലേ നിങ്ങൾക്ക് പിന്നെ ആരുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്ക്. ഓ എന്റെ പൊന്നപ്പൂ, ബന്ധം വേർപെടുത്തുന്നെന്ന് പറയുന്നത് ഡിവോഴ്സ് ആണ്. ഇത് വന്നിട്ട് കൗൺസിലിംഗ്, ഉപദേശമാണ്. എനിക്ക് വയസ്സ് 10-70 താടിയൊക്കെ നനച്ചില്ലേ മക്കളെ? ഞാൻ ഉപദേശിച്ചാ പോരെ, ഇനി വേറെ ഒരുത്തൻ ഇവിടെ ഒന്ന് ഉപദേശിക്കണോ? അപ്പു തന്നെ ഉപദേശിച്ചോ? എനിക്കിപ്പോ വിഷമം ഇതൊന്നും അല്ല. പിന്നെ ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത ലാച്ച എടുക്കാൻ പറ്റൂലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം. ലാച്ച്? അതെന്തൊരു മക്കളെ? ഓ ഞാൻ എന്തൊക്കെ
ഉത്തരം പറയണം അപ്പു. എന്തൊക്കെ സംശയമാണ് അപ്പു? ഈ സംശയമല്ലേ മക്കളെ, അറിഞ്ഞൂടാത്തോണ്ടല്ലേ അപ്പം ചോദിക്കുന്നത്. അപ്പു ലാച്ച എന്ന് പറഞ്ഞാ പട്ടുപാവാടയും ബ്ലൗസും അറിയാവോ? അതറിയാം അറിയാലോ, പാവാടയും ബ്ലൗസും. അതുപോലെ പാവാടയും ബ്ലൗസും കൂട്ടത്തിൽ ഒരു ഷോളും കാണും. അതെ അപ്പു, ഇതെന്ത് ചെയ്യാന്നൊന്ന് പറ. നമുക്ക് ഡിവൈസ് കൊടുക്കാം. അപ്പു ഉദ്ദേശിച്ച ഉപദേശമാണോ? ഓ അങ്ങനെ. എന്നാ ഒരു കാര്യം ചെയ്യാം, ആദ്യം നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാം. അച്ഛനാകുമ്പോ കുറച്ച് മായമൊക്കെ ഉള്ളതല്ലേ, പാവമാണല്ലോ. അപ്പൊ അച്ഛന്റെ അടുത്ത് പോയിട്ട് അമ്മ പറഞ്ഞ കല്യാണത്തിന് പോകാം എന്ന് അച്ഛനോട് പറയാം. പക്ഷെ അവൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ന് നമുക്ക് അമ്മയടുത്ത് പറയാം. അമ്മയുടെ പോവാം. അമ്മയടുത്ത് അച്ഛൻ പറഞ്ഞ കല്യാണത്തിന് പോവാന്ന് പറയാം. അവളും സമ്മതിച്ചില്ലെങ്കിൽ എന്തിനാണ് അപ്പു ഇങ്ങനെ നെഗറ്റീവ് അടിക്കണേ? കുറച്ച് പോസിറ്റീവ് വൈബിൽ പോവാം. എന്നാ പറഞ്ഞു നോക്കാം. പറഞ്ഞു നോക്കാം. വാ. ശരി, വാ. മാമ നില്ല്. മറ്റേ കാര്യം പറയാനായിരിക്കും പറഞ്ഞത്, എനിക്കറിയാം. അതെനിക്ക് കേൾക്കണ്ട, വേണ്ട. മര്യാദക്കാണ് പറഞ്ഞില്ലെങ്കിലേ ഞാൻ പോകുമായിരുന്നു. എടേ, ഞാൻ മര്യാദക്കല്ലേ എന്റെ അടുത്ത് പറഞ്ഞത്. മാമന്റെ കാര്യമല്ല, അവളുടെ കാര്യം പറഞ്ഞ, മണിക്കുട്ടിയുടെ കാര്യം പറഞ്ഞത്. നിങ്ങൾ തമ്മിൽ എന്തിനാ ഇത്രയും കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? കല്യാണത്തിന് പോവാ പ്ലീസ്. കല്യാണത്തിന് പോവാ. നീ നിന്റെ അമ്മയടുത്ത് പോയി പറ, അല്ല എന്റെ അടുത്തല്ല പറയേണ്ടത്. ഇവിടെ ഒന്നും ഉണ്ടാക്കൂല, വെള്ളം കുടിക്കില്ല, വാശി കാണിച്ചോണ്ടിരിക്കുന്നില്ലേ? അവളത്ത് പോയി പറ. ഡേയ്, നമ്മൾ എന്റെ അടുത്ത് വന്നെന്തെന്നറിയാം. നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ അനുസരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മൾ എന്റെ അടുത്ത് വേണ്ടത്. എനിക്കിപ്പം കുറച്ച് അനുസരണ കുറവാണ്. മുത്താണ്, സോപ്പടയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞൊന്നുമില്ല. അവള് വേണമെങ്കിൽ പോട്ട്, അവളുടെ സുമചേച്ചിയുടെ മോളുടെ കല്യാണമല്ലേ, അവള് പോട്ട്. അപ്പൊ അച്ഛൻ വരുമോ? അച്ഛൻ പറഞ്ഞില്ല, നീ വേണമെങ്കിൽ പോയിക്കോ അവളുടെ. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച്, ഞാനും മാമനും വേണുണ്ടെ മോന്റെ കല്യാണത്തിന് പോളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കടപ്പാടുള്ള ആളാണ്. അതിനെ പോളൂ. എന്ത് മാമ? അതിനെ നോക്കാൻ പോവാ. അല്ലേ, ഡേയ്, ഞാൻ പോയി ഡിവോഴ്സ് ആയിട്ടൊന്ന് സംസാരിച്ചിട്ട്. ഡിവോഴ്സാ? ഡിവോഴ്സ് അല്ല അച്ഛാ, അപ്പൊ ഉദ്ദേശിച്ചത് കൗൺസിലിംഗ്, ഉപദേശം. ഞാൻ അവളടുത്ത് പറഞ്ഞു. അവളടുത്ത് അച്ഛൻ ഞെട്ടിയത് ഡിവോഴ്സ് എന്ന് പറഞ്ഞപ്പോ? ഞെട്ടിയൊന്നുമല്ല, അവളെ കൗൺസിൽ ചെയ്ത മനസ്സിലാവൂ. മാമ പോയി വേദം ഓത്, തലയിൽ കയറും. പറയാം. ഇപ്പം കേക്കും. എന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ അത് നടക്കൂല. നമ്മുടെ കാര്യങ്ങളൊന്നും ആർക്കും വേണ്ടല്ലോ. മക്കളെ, ഞാൻ പറയാൻ വന്നത് എന്താന്ന് എനിക്കറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ കല്യാണത്തിന് പോയേ പറ്റൂ. എന്തു കഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോന്ന്, നിങ്ങൾക്ക് ആർക്കും കാര്യം മനസ്സിലാവാത്തത്. ഞാൻ പറയണന്റെ ഇത് മനസ്സിലായ വില എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? നീ പറ മാമ. ഈ സുമ ചേച്ചി ഉണ്ടല്ലോ, അമ്മ മരിച്ചിരുന്ന സമയത്ത് മാമനും അച്ഛനും അല്ലേ വീട്ടിലുള്ളൂ. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വരുമായിരുന്നു ഈ സുമ ചേച്ചിയുടെ അമ്മയാണ്. അന്ന് സുമ ചേച്ചിയും ചെറുപ്പമാണേ. ഈ രണ്ടുപേരും എനിക്ക് ഭയങ്കര കൂട്ടായിരുന്നു. അത് ഞാൻ മാമി മരിച്ചുപോയി, സുമ ചേച്ചി അമേരിക്കയിൽ കല്യാണം കഴിച്ച് വിടുകയും ചെയ്തു. അപ്പൊ എന്ന് വെച്ചാൽ പഴയ സ്നേഹമൊക്കെ അങ്ങ് വിട്ടുപോയി. ഇപ്പൊ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം വിളിക്കാനൊന്നും സമയം കിട്ടാറില്ല. പക്ഷെ അവരോട് എനിക്ക് ഇത്രയും സ്നേഹം ഉണ്ടെന്നൊക്കെ കാണിക്കാൻ പറ്റുന്ന അവസരം ഇതല്ലേ? പോണ്ടേ? പോയേ പറ്റുള്ളൂ. അതാണ് വേണ്ടത്. ബന്ധങ്ങൾക്കൊക്കെ വില കൊടുക്കുന്ന ആൾക്കാർ പോകും. അതെ, ഞാൻ പറയാൻ വന്നത്, നീയും ജൂളും കൂടെ ആ കല്യാണത്തിന് പോകും, ഞാനും രവിയും കൂടെ വേണുവിന്റെ കല്യാണത്തിന്. അതെങ്ങനെ ശരിയാവും മാമ? ഫുൾ കുടുംബമായിട്ട് വരാന്ന് പറഞ്ഞപ്പോ ഞാൻ ഏറ്റ് വാക്ക് പറഞ്ഞു പോയി. മാമന്റെ കാര്യം കൂടെ എന്റെ അടുത്ത് പറഞ്ഞതാണ് കേട്ടാ. മാമനെ അവക്ക് ഭയങ്കര കാര്യമാണ്. പണ്ട് ഓർമ്മയുണ്ട, നമ്മളൊരു കല്യാണത്തിന് പോയപ്പോ അവള് പറഞ്ഞത്, അന്ന് മാമന് ബുൾഗാൻ താടിയായിരുന്നു, കറുത്ത മുടിയും താടി നരച്ചൊരിക്കലോണ്ട് മാമനെ കാണാൻ പൊക്കമില്ലാത്ത അമിതാഭ് ബച്ചൻ എന്നൊക്കെ വിളിച്ച് ഓർമ്മയുണ്ടാ? അതാണ്. അപ്പൊ മാമൻ പോണ്ടേ? എന്തൊന്നും ഇത്രയ്ക്ക് വേണോന്ന് മിണ്ടാരിയോടെ. മാമ പോണ്ടേ മാമ, എല്ലാരും കൂടെ പോളതല്ലേ? കറക്റ്റ്, അതാണ് മാമ. അതെ, അപ്പു പറഞ്ഞ പോലെ ഞാനും അമ്മയും കൂടി ഒരുമിച്ച് പോകുന്നു. നിന്നെ എനിക്കിപ്പോ ഒരു വിശ്വാസമില്ല. നേരത്തെ എന്റെ അടുത്ത് എല്ലാം പറഞ്ഞു അമ്മയുടെ കൂടെ നിൽക്കും, സെറ്റാക്കി തരാൻ, ഡ്രസ്സ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഉടനെ അമ്മയുടെ കൂടെ എല്ലാം ചെയ്യാന്ന് പറഞ്ഞ അവള് അച്ഛനടുത്ത് പോയി സംസാരിച്ചു കഴിഞ്ഞപ്പോ എല്ലാം മറന്നു. അയ്യോ അമ്മ എന്നെ വിശ്വസിക്ക്. അച്ഛൻ്റെ കൂടെ ഞാൻ എന്തോ സംസാരിച്ചെന്ന് പറയാം. നിനക്കൊക്കെ അച്ഛനോട് എന്നെ കൂടുതൽ സ്നേഹം. അമ്മയുടെ നമ്പർ അഭിനയിച്ച് നിൽക്കണം. അച്ഛനെ കാണുമ്പോഴത്തേക്ക് എല്ലാം മറക്കും. പോലീസിനെ കാണുമ്പോ കവാത്ത് മറക്കും പറയില്ലേ, അതുപോലെ. നമുക്ക് വന്ന് പറഞ്ഞു നോക്കിപ്പോ. നിങ്ങൾ എന്തോന്ന് 1ലും 2ലും പഠിക്കുന്ന കൊച്ചു പിള്ളേരാണ്? 1ലും 2ലും അല്ല, ഞാൻ അംഗനവാടിയിൽ. നിന്റെ അച്ഛൻ LKG. എന്തേ? എനിക്ക് കല്യാണത്തിന് പോണം ഫുൾ കുടുംബമായിട്ട്.
എന്റെ പൊന്നു മക്കളെ നോക്ക്, ഇത് അമ്പിലും മില്ലിലും കൊള്ളാത്തതായി പോയില്ലേ. ഇനി എന്ത് ചെയ്യും അപ്പു? നീ എന്തിരിയേ? ഞാൻ നോക്കി. ഞാൻ ഒരു കാര്യം പറയാം. ഓ. ഞാൻ എന്തായാലും പട്ടിണി കിടന്ന് ചത്താലും വേണ്ടൂല. എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. അത് ആരുടെ അടുത്ത് വേണമെങ്കിലും നിങ്ങൾ ചെന്ന് പറഞ്ഞു. നിന്റെ അച്ഛനെ വേണമെങ്കിൽ പറഞ്ഞ് മാറ്റിക്കാൻ നോക്കും. എന്റെ അടുത്ത് ആരും ഒന്നും പറയാൻ വരണ്ടേ. മക്കളെ ഇത് നടക്കൂല. ഞാൻ അവിടെ ചെന്ന് ഡിവൈസ് ചെയ്താലും സംഭവം നടക്കാൻ പോകുന്നില്ല ഇവരടുത്ത്. വാ വാ മക്കളെ, ഇല്ലി മക്കളെ ഒരിക്കൽ കൂടെ ഒന്ന് ആലോചിച്ച് നോക്കും മോളെ. എനിക്ക് ഇനി ഒന്നും ആലോചിക്കല്ല. ഞാൻ ആലോചിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു. മാമ വേണമെങ്കിലേ മാമന്റെ അനന്തരവന്റെ അടുത്ത് പോയി പറ മാറാനായിട്ട് തീരുമാനം. എന്റെ ലാച്ച ഗോപി അപ്പു. ചുമ്മാ അടി നിന്റെ ലാച്ച. വേറെ ആരെങ്കിലും വെച്ച് ഡിവൈസ് ചെയ്യാം. വാ, അത് നടക്കും. ആടി കൗൺസിലിംഗ് നടത്താൻ പോയതാ. ഇപ്പൊ നമ്മളെ രണ്ടുപേരും കൗൺസിലിംഗ് ചെയ്ത് വിട്ടു അവര്. മക്കളെ എന്തൊരു പറഞ്ഞിട്ടും അവര് കേൾക്കണില്ലല്ലേ. എന്തൊക്കെയായിരുന്നു അപ്പു? ലൈറ്റ് ഗ്രീൻ ലാച്ച, ഉച്ചയ്ക്ക് ഷോപ്പിംഗ്, സൺഡേ കല്യാണം, എല്ലാം കുളമായി. ഇപ്പൊ കല്യാണം പോയിട്ട് ഉച്ചക്കഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയായി. അപ്പോലൊന്ന് വഴക്ക് പറഞ്ഞൂടെ അപ്പു? ഇങ്ങനെ ഇരിക്കാതെ. മക്കളെ അടക്കി മടി വെക്കാം. കമ്മുകായ മടി വെക്കാൻ പറ്റുമോ? അതും ശരിയാ. എന്തെല്ലാം പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ ഇറങ്ങിയത്. ഒന്നും നടന്നില്ല. അപ്പുവിന്റെ പ്രതീക്ഷയൊക്കെ എനിക്ക് മനസ്സിലായി. എന്ത് മക്കളെ, അത് നിനക്കെങ്ങനെ മനസ്സിലായി? അയ്യോ, ഇതിന് കിടന്ന് ഇത്രയും ആത്മാർത്ഥത കാണിക്കുന്ന വെള്ളം ഓടിക്കാനാണെന്ന് എനിക്ക് മനസ്സിലായി. ദാ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. എന്തുവാ? എന്തു പറ്റി? ഇങ്ങോട്ട് വാ. ഓടി വാടാ. ഓടി വാ. ആ, മാമ എന്ത് വിളിച്ചത്? എനിക്ക് നിങ്ങൾ രണ്ടുപേരുടെയും ഒരു കാര്യം പറയാം. മാമ ഒന്നും പറയണ്ട. ഓൾറെഡി തീരുമാനമായ കാര്യമല്ലേ, ഇനി സംസാരിക്കണില്ല. അത് തന്നെ എനിക്കും അതേ പറയാനുള്ളൂ. നിർത്ത, ഞാൻ പറഞ്ഞ കേള്. നിനക്ക് വേണുന്റെ കല്യാണത്തിന് പോകണം. വേണു അണ്ണന്റെ മോന്റെ കല്യാണത്തിന് പോകണം. ഞാൻ മാത്രമല്ല, നമ്മൾ എല്ലാവരും ഒരുമിച്ചേ പോവുള്ളൂ. നിനക്ക് പേരെന്തര്? സുമ. സുമേരെ കല്യാണത്തിന്. സുമയുടെ അല്ല, സുമയുടെ മോളുടെ. സുമേരെ മോളെ കല്യാണത്തിന്. അല്ല, എനിക്ക് മാത്രമല്ല, കുടുംബസമേതം പോണം. കുടുംബസമേതം. എന്ത് വിളിച്ചിരിക്കുന്നേ? നിർത്ത് മക്കളെ, ഇത് അവന്റെ കൂടെ വായിക്കിട്ട്. എന്റെ പൊന്നു മാമ, ഞാൻ ഇത് വായിച്ചതാണ്. എടാ, വായിക്കാൻ പറഞ്ഞ വായിക്കണം. നീ വായിച്ചെന്നുള്ള കൂടെ എനിക്ക് അറിയണ്ട. വായിക്കാൻ പറഞ്ഞ വായിക്കണം. ഓം അവിഘ്നമസ്തു. അതൊന്നും വേണ്ട. ആ പേര് വിനുകുമാർ, ബ്രാക്കറ്റിൽ വിനു, വേണുഗോപാലൻ നായർ, ആൻ പത്മാവതി അമ്മ. എന്ത് കുഴപ്പമില്ല, അത് തന്നെയല്ലേ. മക്കളെ, ഈ പെണ്ണിന്റെ വീട്ടുകാരുടെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കോ. സുജിത, അച്ഛന്റെ പേര് CK കൃഷ്ണൻ നായർ, അമ്മ പി സുമ. ഇങ്ങടുത്തേ. അച്ഛാ, ഈ സുജിതയെ കെട്ടാൻ പോകുന്ന ആരാ? വിനു, നമ്മുടെ വേണുണ്ണന്റെ മോൻ. ആണല്ലേ? അയ്യോ, കഷ്ടം. രണ്ടും ഒരു കല്യാണത്തിന് വേണ്ടിട്ടാണ് ഈ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിയത്. ഇപ്പോഴല്ലേ അറിഞ്ഞത് ഒരു കല്യാണമാണെന്ന്. എന്റെ ലാച്ച മക്കൾക്ക് ലാച്ച വാങ്ങിച്ചല്ലോ. ലാച്ച മാത്രം പോരാ. ബഹളം വയ്ക്കല്ലേ. ബഹളമൊന്നുമില്ല. എനിക്കൊരു പട്ടുസാരിയും കൂടെ മേടിച്ചാൽ ഇത്രയും വലിയ ബന്ധമൊക്കെ ആവുമ്പോഴേ വാങ്ങിക്കാം. വാങ്ങിച്ചു. പിന്നെന്താ, നമുക്കേ ഇന്ന് ഒന്ന് പുറത്തോട്ട് പോയി എല്ലാം വാങ്ങിക്കാം. പിന്നെ മാമൻ എന്ത് വേണം? എനിക്കൊന്നും വേണം. അപ്പൊരു വേണം. ഞാനോ വന്ന കൊച്ചുകൊള്ളോ. അവക്കറിയാം, അതാണ് അവൾ അങ്ങനെ കാണിച്ചത്.